ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കാണുന്നതാണ് മാഹി ബൈപ്പാസിൽ ആദ്യമായി ഉദ്ഘാടനം കഴിഞ്ഞ പെട്രോൾ പമ്പ്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഹൈവേയുടെ സർവീസ് റോഡിലാണ് ഈ സ്ഥാപനമുള്ളത്. നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് പോയി നോക്കാം. ഇത് അഴിയൂരിൽ നിന്ന് വരുമ്പം എത്തുന്ന ട്രാഫിക് സിഗ്നൽ. ഈ സിഗ്നലിൽ നിന്ന് തന്നെ ഇടതുവശത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് കയറണം. അവിടുന്ന് നേരെ മുന്നോട്ട് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെത്തും. പക്ഷേ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് ആ വഴി ഇപ്പോൾ അടച്ചിട്ടുള്ളത്. അധികം താമസിയാതെ തന്നെ ഓപ്പൺ ആക്കുമെന്നാണ് അറിയാൻ പറ്റിയത്. കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ടവരാണെങ്കിൽ മാഹി പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം അടിക്കണമെങ്കിൽ അങ്ങോട്ട് എത്താനുള്ള വഴി നോക്കാം. ഏതാണ്ട് 1 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഓവർ പാസ് കാണാം. അതിനടിയിൽ കൂടെ അങ്ങോട്ട് കടന്ന് ഇടതുവശത്തെ സർവീസ് റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോയി ഫസ്റ്റ് കാണുന്ന റൈറ്റ് ടേൺ ചെയ്യുക. ടേൺ ചെയ്ത് യു ടേൺ ചെയ്തിട്ട് നേരെ അടുത്ത സർവീസ് റോഡിലേക്ക് അങ്ങ് കയറുക. സർവീസ് റോഡിൽ നിന്ന് പിന്നെ ഹൈവേയിലേക്ക് കയറി ഇതേ ഓവർപാസിനടിയിൽ കൂടെ ക്രോസ് ചെയ്ത് ഇടതുവശത്തെ സർവീസ് റോഡിലേക്ക് ഇറങ്ങുക. എന്നിട്ട് ആദ്യം കാണുന്ന അണ്ടർപാസ് അതിൽ കൂടെ വലതുവശത്തേക്ക് പോവുക. അപ്പോൾ അവിടെ മുൻഭാഗത്തൊരു ബോർഡ് കാണാം, ആരോ മാർക്ക് വെച്ചിട്ടുള്ള ബോർഡ്. 13 രൂപ 14 രൂപ കുറവാണെന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആ വശത്ത് റോഡ് ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് ഇങ്ങനെ പോകുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ പമ്പ് മാത്രമല്ല, ഒരുപാട് പെട്രോൾ പമ്പുകൾ 2 വശങ്ങളിലായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ മിക്കവാറും എല്ലാം ഓപ്പൺ ആവും. പെട്രോൾ പമ്പ് മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനം, ഹോട്ടൽ, മറ്റുള്ള സൗകര്യങ്ങളെല്ലാം കാണും. കംഫർട്ട് സ്റ്റേഷൻ ഇതൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ധനം അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങി നേരെ ബൈപ്പാസിലേക്ക് കയറാം. കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് മാഹിയിൽ നിന്ന് ഇന്ധനം അടിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് ഇപ്പം കാണിച്ചത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.